അഖിൽ മാരാറിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് പിന്നാലെ പുറത്തുവിട്ട വീഡിയോയും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കൈയടിക്ക് വേണ്ടി സംസാരിക്കുന്ന ശീലം എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് അഖിൽ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. ജനപ്രീതി നേടാനോ കൈയടി വാങ്ങാനോ അല്ല, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാനാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചത് എന്നാണ് അഖിൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും താൻ ഭയക്കുന്നില്ല എന്നും തനിക്കെതിരെ പണവും സ്വാധീനവും ഉപയോഗിച്ച് പല പ്രചാരണങ്ങളും നടക്കുന്നുവെന്നും അഖിൽ പറയുന്നു. വീഡിയോയിൽ അഖിൽ മാരാർ പങ്കുവയ്ക്കുന്ന പ്രധാന ആരോപണം താൻ സാബു എം ജേക്കബിന്റെ പിന്നാലെ പോയ ആളല്ല, മറിച്ച് സാബു എം ജേക്കബാണ് തന്നെ 2020 ക്ഷണിച്ചത് എന്നാണ്. തുടക്കത്തിൽ കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്നും പിന്നീട് അത് പാലിച്ചില്ല എന്നും പിന്നീട് മറ്റു മണ്ഡലങ്ങളെക്കുറിച്ചും ഉറപ്പുകൾ നൽകിയെങ്കിലും അവസാന നിമിഷം തൃക്കാക്കരയിലേക്കാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും അഖിൽ പറയുന്നു. ഈ വാഗ്ദാനങ്ങൾ തെളിയിക്കാൻ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. തൃക്കാക്കരയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത് എന്നും അഖിൽ ആരോപിക്കുന്നു. ഫോണിൽ പോലും മറുപടി ലഭിച്ചില്ല എന്നും 2.5 മാസത്തിലേറെ നേതൃത്വത്തിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നും അഖിൽ പറയുന്നു. വ്യക്തിപരമായും സാമ്പത്തികമായും വലിയ നഷ്ടമാണ് ഈ രാഷ്ട്രീയ പ്രവേശനം തനിക്ക് ഉണ്ടാക്കിയതെന്നും സ്വന്തം ബൈക്ക് വരെ വിറ്റാണ് തിരഞ്ഞെടുപ്പ് ചെലവുകൾ കണ്ടെത്തിയതെന്നും അഖിൽ വീഡിയോയിൽ പറയുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ 2020 അധ്യക്ഷൻ സാബു എം ജേക്കബ് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര സീറ്റ് നൽകാൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം അത് സാധിച്ചില്ല എന്നും അതിന് പകരമായാണ് തൃക്കാക്കര സീറ്റ് നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അഖിലിന് അത് നിരസിക്കാമായിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് ചെലവുകൾ മുഴുവൻ പാർട്ടിയാണ് വഹിച്ചത് എന്നും സാബു എം ജേക്കബ് വിശദീകരിച്ചു. അഖിൽ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ 2020 പാർട്ടി വിട്ടതിന് പിന്നാലെ അഖിൽ മാരാറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് വലിയ ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. ഇതുവരെ കേന്ദ്ര സർക്കാരിനെതിരെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ ശക്തമായ വിമർശനം ഉന്നയിക്കാത്ത അഖിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട വീഡിയോയിലും ഫേസ്ബുക്ക് പോസ്റ്റിലും കേന്ദ്ര സർക്കാരിനെയും BJPയെയും വിമർശിക്കുന്ന പരാമർശങ്ങൾ നടത്തി. ജനാധിപത്യം, അന്വേഷണ ഏജൻസികളുടെ ഉപയോഗം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഇതോടെയാണ് ഇനി അഖിലിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കുമെന്ന ചർച്ച ശക്തമാകുന്നത്. കോൺഗ്രസുമായി അടുക്കുമോ, UDFിലേക്ക് പോകുമോ, അതോ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുമോ എന്നിങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ അഖിൽ മാരാർ കോൺഗ്രസിൽ ചേരുമെന്നോ UDFിൽ ചേരുമെന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമോ വിശ്വസനീയമായ സ്ഥിരീകരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ നിലപാടുകളും 2020ൽ നിന്നുള്ള പുറത്തുപോക്കും അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും അഭ്യൂഹങ്ങളും മാത്രമാണ്. അതിനാൽ അഖിലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പുതിയ പ്രഖ്യാപനങ്ങളോ തുടർന്ന് രാഷ്ട്രീയ ഇടപെടലുകളോ വന്നാൽ മാത്രമേ ഭാവി രാഷ്ട്രീയ ദിശ വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അഖിൽ മാരാർ പുറത്തുവിടുമെന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്നും അവയിൽ എന്തെല്ലാം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നതാണ്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും 2020യുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതും ഇനി ശ്രദ്ധേയമാണ്. അഖിൽ മാരാർ പുറത്തുവിടുന്ന വിവരങ്ങൾ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ, അതോ ഇരുപക്ഷങ്ങളും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കിടയിൽ ഈ വിഷയം അവസാനിക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.